നല്ലത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ച് ഞാൻ ചെറിയൊരു ഇൻട്രോ തരാം. ബുക്കിംഗ് ഇന്ന് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയാണ്. നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആലപ്പുഴ എവിടെയെല്ലാം കറങ്ങാൻ പോകണം എന്നാണ് നമ്മുടെ പ്ലാൻ. വലിയ പ്ലാൻസ് ഒന്നുമില്ല, ജസ്റ്റ് കറങ്ങുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഏറെക്കുറെ ഒരു 9 മണിയാവണേ. നമ്മളിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ ആലപ്പുഴ കായലിൻ്റെ സൈഡിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബ്രഞ്ചായിട്ട് നമുക്ക് നല്ല കാര്യമായിട്ട് ലഞ്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറക്റ്റ് എന്താ കഴിക്കേണ്ടതെന്ന് വലിയ പ്ലാനൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല നാടനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം കഴിക്കാനാണ് പ്ലാൻ. ഇപ്പോൾ നല്ല മഴൻ്റെ സീസണാണ്. അപ്പോൾ മഴ പെയ്യുമോ, അതുകൊണ്ട് നമ്മൾ പ്ലാനൊക്കെ കൊളാവോ എന്നുള്ള കാര്യത്തിലൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ നമ്മളടുത്ത് വണ്ടിയില്ല, നമ്മൾ ബസ്സിലായിരിക്കും ഫുൾ ട്രാവൽ ചെയ്യണത്. അപ്പോൾ എനിക്കിനി അഭിനെ പോയി പിക്ക് ചെയ്യണം. അപ്പം ഞാൻ റെഡി ആവട്ടെ. ബസ് വെയിറ്റ് ചെയ്തുള്ള അവസാനം ഒരു മണിക്കൂർ എന്തായാലും കൂടുതൽ നടക്കാൻ തീരുമാനിച്ചു. ഒരു ആനിവേഴ്സറി ബ്ലോഗാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓഡിയൻസിനോട്. ഓഡിയൻസോ? ആരാ എൻ്റെ ഓഡിയൻസ്? ഏറിപ്പോയൊരു ആൾക്കാരാകുമ്പോൾ ഒരു ക്ലാസ് റൂം. പിന്നെ 2.5 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട്. നല്ല ക്ഷണിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിർത്തി. അതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞാൽ നടത്താൻ നിർത്തി കുറച്ച് നേരം ഫോട്ടോ എടുത്തു. അപ്പോൾ കുറച്ചൊരു എനർജി ആയി നടക്കാൻ. 4 കിലോമീറ്റർ നടന്നതിന് ശേഷം അങ്ങനെ പറയാൻ പാടില്ലല്ലോ അത്. ഹലോ ഗൈസ്, അപ്പൊ 4 കിലോമീറ്റർ നടന്നതിന് ശേഷം നമ്മൾ 1 കിലോമീറ്റർ റോഡ് സൈഡ് പോവുകയാണ്. 1 കിലോമീറ്റർ ഒന്നല്ല, 1.7 കിലോമീറ്റർ. ആകെ ക്ഷീണിച്ച ഓട്ടോ എടുത്താൽ നന്നായി, അല്ലെങ്കിൽ ഇവിടെ വരെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര ക്ഷീണിച്ചില്ല. സോ അപ്പോൾ ഇവിടെ ഫുഡ് ആവണേ ഉള്ളൂ. മീനൊക്കെ പിടിക്കണം. മീൻ പൊരിച്ചിട്ട് മീനൊക്കെ പിടിക്കുക. രസമുണ്ട്. നമ്മളൊന്നും എടുക്കുവോ? ഞാനങ്ങനെ ചട്ടുചോറ് ഒരുപാടൊന്നും ഫൈനൽ ഡെസ്റ്റിനേഷൻ ആവുമോ? ചട്ടിച്ചോറ് കഴിക്കുന്നതിനിടെ നിര്യാതനെ പാർക്ക് ചെയ്യാണോ? ഇതെന്താണ്? ഇത് ചിക്കൻ. ഇത് മീന്, ചിക്കൻ, ഇത് താറാവ്, ഇത് ബീഫ്. ഇതെന്താ ചമ്മന്തിയാ?
യൂഷ്വലി നമ്മൾ ആനിവേഴ്സറിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്ക് കട്ടിങ്ങും അങ്ങനെ ഭയങ്കര എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള രണ്ടുപേരും മാത്രമുള്ള കുറച്ച് സമയമായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുക ഒരു റൂമിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റായി, കുറച്ച് സർക്കംസ്റ്റൻസ് കാരണമാണ് ഇതിങ്ങനെ ആയത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നോർമൽ ഡേ ആണ്. നമ്മൾ കുറേ നടന്നു, പിന്നെ ലൈക്ക് ആക്ച്വലി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു കാറിലിരുന്ന് വെറുതെ ഒരു പാട്ടൊക്കെ കേട്ട് പോകുന്നതിലേറെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയി. നടന്ന് നമ്മൾ ക്ഷീണിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യമുള്ളത്, ഞങ്ങൾ ആദ്യത്തെ ഡേറ്റും ആലപ്പുഴയിൽ തന്നെയായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മളൊരു പ്രോപ്പർ ഡേറ്റിന് പോണതും ആലപ്പുഴയിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയും ഇവിടെ തന്നെയായി. അത് ഫസ്റ്റ് ഡേറ്റ് വന്നത് ബീച്ച് സൈഡിലായിരുന്നു. അപ്പോൾ ആനിവേഴ്സറി ബാക്ക് വാട്ടേഴ്സിലുമായി. അപ്പോൾ നമുക്ക് മഴ എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല ഫുഡായി, ഒരുപാട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും നല്ലൊരു ആനിവേഴ്സറി, നല്ലൊരു മെമ്മറബിൾ ആനിവേഴ്സറി ആയിരുന്നു ഇത്. സോ ഹാപ്പി ആനിവേഴ്സറി ടു അസ്. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ തോന്നി ആൾക്കാർക്ക് തന്നെ നല്ല ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും നിങ്ങളുടെ കമൻസും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.